ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളി നായകനെ ഗിരീഷ് ഷേഡി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ വമ്പം വിജയം, അതായത് ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ചിത്രം ആദ്യ 6 ദിവസം പിന്നിട്ട് ഔട്ടം ദിനം കൂടിയ 7ാം ദിവസമായ വ്യാഴാഴ്ചയിലേക്കാണ് എത്തി നിൽക്കുന്നത്. അമിതാ ബൈജു, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, റോഷൻ ഷാനവാസ്, സുരേഷ് കൃഷ്ണ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ 2026 ഓണം തൂക്കിയെടുത്തു എന്ന് നിസ്സംശയം പറയാവുന്ന രീതിയിലുള്ള തരംഗമാണ് സിനിമ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 6ാം ദിവസമായ തിരുവോണ ദിവസം കൂടിയ ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 7,50,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 40,96,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 51 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞ ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 10 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ 14 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് തന്നെ ലോകമെമ്പാടുമായി 110 കോടിക്ക് മുകളിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി 7ാം ദിവസമായ വിട്ടം ദിനം കൂടിയ ഇന്ന് വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ ഈ സിനിമ പ്രീസെയിലൂടെ നേടിയെടുത്തിരിക്കുന്നത് 6,42,00,000 രൂപയാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുകൊണ്ടിരിക്കുന്നത് ഏകദേശം 27,000, 28,000, 29,000 ടിക്കറ്റുകളാണ്. അങ്ങനെ ഔട്ടം ദിനത്തിലും തകർപ്പൻ തരംഗമായാണ് സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. യാഷ് നായകനായ ഗീതു മോഹൻദാസ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഇന്നലെ ഓഗസ്റ്റ് 26 ബുധനാഴ്ച പാൻ ഇന്ത്യൻ റിലീസായി തിരഞ്ഞെടുത്ത സിനിമയാണ് ടോക്സിക്. നയൻതാര, കിയാര അദ്വാനി, രുക്മിണി വസന്ത്, ഉമാ ഖുറേഷി, താര സുതാരിയ എന്നിങ്ങനെ താരസുന്ദരിമാർ അണിനിരന്ന ഈ സിനിമയ്ക്ക് പ്രതീക്ഷിച്ച പോലുള്ള ഒരു അഭിപ്രായമല്ല നേടിയെടുക്കാനായത്. എന്നാൽ ആദ്യ ദിവസത്തെ കളക്ഷന്റെ കാര്യത്തിൽ സിനിമ നല്ല കുതിപ്പാണ് നടത്തിയിട്ടുള്ളത്. ഇന്നലെ കേരള കളക്ഷനായി ടോക്സിക് നേടിയെടുത്തത് 2,26,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തത് 110,80,00,000 രൂപയുമാണ്. സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തത് 149,90,00,000 രൂപയുമാണ്. നിലവിൽ മണിക്കൂറിൽ ഇന്ന് ബുക്ക് മൈ ഷോയിലൂടെ ഈ സിനിമയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത് 20,000, 22,000 ടിക്കറ്റുകളാണ്. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഖലീഫ. മോഹൻലാൽ, മാളവിക ശർമ്മ, സഞ്ജു ശിവറാം, കൃതി ഷെട്ടി, ഇന്ദ്രൻസ്, ഷമ്മി തിലകൻ, രഞ്ജി പണിക്കർ, മോഹിനി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് പ്രതീക്ഷിച്ചതുപോലൊരു നേട്ടം ഈ ഓണക്കാലത്ത് സ്വന്തമാക്കാനായിട്ടില്ല. അതേസമയം 7ാം ദിവസമായ ഇന്നലെ തിരുവോണ ദിവസം കൂടിയ ബുധനാഴ്ച കേരളത്തിൽ 1,50,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ അങ്ങനെ കേരളത്തിൽ 16 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 36 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഔട്ടം ദിനം കൂടിയ 8ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ പ്രീസെയിലായി 38 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. രവി തേജ നായകനായി ശിവ നിർമ്മാണ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 21 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തെലുങ്ക് സിനിമയാണ് ഇരുമുടി. സ്വാസിക, പ്രിയ, ഭവാനി ശങ്കർ, ബേബി നക്ഷത്ര, അജയ് ഘോഷ്, സായി കുമാർ എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 9,40,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രം 6ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 12 കോടി രൂപയാണ്. ടോട്ടൽ 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി 123 കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി മണിക്കൂറിൽ 10,000-ന് മുകളിൽ ടിക്കറ്റാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഒരു ലോ ബഡ്ജറ്റ് സിനിമ കൂടിയായ ഇരുമുടി അടുത്ത 2 ദിവസം കൊണ്ട് തന്നെ 150 കോടി മറികടക്കും എന്നുറപ്പായിട്ടുണ്ട്. വിസ്മയ മോഹൻലാൽ നായികയായി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിരളെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് തുടക്കം. ഈ സിനിമ 20ാം ദിവസവും തിരുവോണ ദിവസവും കൂടിയ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 24,60,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 20 ദിവസം കൊണ്ട് കേരളത്തിൽ 24,09,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ 25 കോടി ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 43.5-44 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ തമിഴ് സിനിമയാണ് DC. ലോകേഷ് കനകരാജ് പ്രധാന താരമായി അഭിനയിച്ച് അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത ഈ സിനിമ 20ാം ദിവസം കൂടിയായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 8,90,000 രൂപയാണ്. നിലവിൽ 19,67,00,000 രൂപയാണ് ഈ സിനിമ 20 ദിവസം കൊണ്ട് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 25 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞ ഈ സിനിമ തെലുങ്കിൽ 22,50,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 105 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.